എവരിവൺ, വെൽക്കം ടു യൂട്യൂബ് ചാനൽ. അപ്പം ഞങ്ങൾ ഇന്ന് കസിൻസ് വന്നിട്ട് മൂന്നാമത്തെ ദിവസമാണ് കേട്ടോ. മൂന്നാമത്തെ ദിവസം അപ്പം രാവിലെ ഞങ്ങൾ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിഞ്ഞു. ആസ് യൂഷ്വൽ ദോശയും ചമ്മന്തിയായിരുന്നു. അതായത് അവർക്ക് ഗീ റോസ്റ്റ് പോലെ ഉണ്ടാക്കി കൊടുത്തു. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു. അതുപോലെ തന്നെ ടൊമാറ്റോ ചട്നി ആയിരുന്നു കേട്ടോ ഞങ്ങളുടെ ബ്രേക്ക്ഫാസ്റ്റ്. പിന്നെ ലഞ്ചിന് വേണ്ടിയിട്ടുള്ള തയ്യാറെടുപ്പാണ്. അപ്പം നമ്മൾ വിചാരിച്ചിരുന്നു പുറത്തുനിന്ന് ഫുഡ് കഴിക്കേണ്ട, കാരണം 2 ദിവസം കൊണ്ട് പുറത്തുനിന്നൊക്കെ തന്നെയാണ് ഫുഡ്. അപ്പം നമുക്ക് വീട്ടിൽ നിന്ന് എന്തെങ്കിലും കഴിക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഞാൻ കുറച്ച് മത്തി, ചെറിയ മത്തി കിട്ടി കേട്ടോ. അപ്പം അത് വറക്കാനായിട്ടൊക്കെ കാണിക്കാവേ. ഉച്ചക്കത്തേക്കുള്ള മത്തി അടിപൊളിയായിട്ട് മത്തി ഞാൻ വറക്കുന്നതാണ് കാണുന്നത്. ഇത് നമ്മുടെ കിങ് ഫിഷാണ്. കിങ് ഫിഷ് മുളകൊക്കെ തേച്ച് അതായത് നല്ലപോലെ മാരിനേറ്റ് ചെയ്ത് വറക്കാനായിട്ടുള്ള പരുവാക്കി വെച്ചിരിക്കുന്നതാണ്. ഇപ്പോൾ 5 മിനിറ്റിൽ നമുക്കിത് വറക്കണം. വേണ്ടേ, കുക്കറിനകത്ത് ചോറ് ഓൾറെഡി വെന്തിരിക്കുകയാണ്. ഇനി ഇത് വാർക്കണം. പിന്നെ മോര് കാച്ചിയതുണ്ട്. പിന്നെ എന്താ പറയുന്നത്, ഉരുളക്കിഴങ്ങ് തോരനുണ്ട്. ഇത്രയും കറികളൊക്കെ മതി ഇന്ന്. അപ്പം ഹേബിലോട്ടൻ ഇപ്പോൾ ജസ്റ്റ് ഒന്ന് ഉറങ്ങി. അവന് വയറിനെന്തോ സുഖമില്ല, ഭയങ്കര വഴക്കായിരുന്നു, രാത്രിയിലൊക്കെ ഉറങ്ങിയിട്ടില്ല. അപ്പോൾ എന്നാണ്ട് ഇപ്പോൾ അവനും കൂടി കിടന്നു. എല്ലാവരും അവിടെ TV കണ്ടുകൊണ്ടിരിക്കുക. ചിലർ എന്തോ ഗെയിമൊക്കെ കളിച്ചുകൊണ്ടിരിക്കുന്നു. ചെറിയ കുഞ്ഞു ഗെയിമൊക്കെ എന്തൊക്കെയോ കളിച്ചുകൊണ്ടിരിക്കുന്നു എല്ലാവരും കൂടെ. അങ്ങനെ മൂന്നാമത്തെ ദിവസമാണ് കേട്ടോ. അപ്പം ഞങ്ങൾ ടീച്ചർക്ക് ഇന്ന് മോർണിംഗ് ഡ്യൂട്ടിയാണ് കേട്ടോ. അപ്പം മോർണിംഗ് ഡ്യൂട്ടി കഴിഞ്ഞ് വന്ന ഉടനെ ഞങ്ങൾ പുറത്ത് പോകും. അപ്പം പുറത്ത് പോകുന്ന ഡീറ്റെയിൽസ് ഞാൻ നിങ്ങളെ കാണിച്ചു തരാം കേട്ടോ. അങ്ങനെ കുക്കിംഗ് ഒക്കെ കഴിഞ്ഞിട്ട് ഞാൻ കിച്ചണിൽ നിന്ന് വന്നപ്പോഴും എല്ലാവർക്കും ഞാൻ ഓരോ ആപ്പിൾ കൊണ്ട് കൊടുത്തു കേട്ടോ. വെറുതെ ഇരുന്ന് TV ഒക്കെ കാണുമ്പോൾ കഴിച്ചോട്ടെ എന്ന് വിചാരിച്ചിട്ട് കൊടുത്താണ് കേട്ടോ. അതെന്തായാലും നന്നായി വർക്കൗട്ടായി. എല്ലാവരും അവർക്ക് കൊടുത്ത ആപ്പിളൊക്കെ നല്ല എൻജോയ് ചെയ്ത് കഴിച്ച് അത് കാർട്ടൂൺസൊക്കെ കണ്ടുകൊണ്ടിരിക്കുന്നതായിട്ട് കാണുന്നത്. അതിനിടയ്ക്ക് ഹെലമോടെ കാർട്ടൂൺ നോക്കിക്കൊണ്ടുള്ളൊരു ഡാൻസും കൂടെ ഉണ്ട് കേട്ടോ. ഞങ്ങൾ പുറത്ത് പോകാനായിട്ട് എല്ലാവരും റെഡിയായി. അപ്പം ഞങ്ങൾ അൽഷഹൂബ് റെസ്റ്റോറൻറ്റിലേക്ക് പോകാമെന്ന് വിചാരിക്കുന്നത്. ഞാൻ അവിടെ ചെന്നിട്ട് കാണാവേ. പെമ്പിളെല്ലാം ഒരുങ്ങി ഇറങ്ങി പോയി കാണിക്കാം. ഹേബിലൂട്ടൻ എഴുതേണ്ടിരിക്കുന്നത്. ഹേബിലൂട്ടാ അവൻ ഉറക്കം വരുന്നുണ്ട് കേട്ടോ. അതുകൊണ്ടാണ് അവനിങ്ങനെ ഹേബിലു ഹായ് പറഞ്ഞേ. ഹായ് 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 പറഞ്ഞേ. വേണ്ട, സൈഡ് വഴി തന്നെ സെറ്റാൻറ്റ് പോന്നു. പെമ്പിള്ള 2 പേരും ചെരുപ്പ് തരുന്നു. ഇവിടെ ഇപ്പോൾ സമയം 4:30 കഴിഞ്ഞു കേട്ടോ. അങ്ങനെ ഇച്ചു രാവിലെ ഡ്യൂട്ടിക്ക് പോയേക്കുമായിരുന്നു. ഡ്യൂട്ടി കഴിഞ്ഞ് വന്നതിന് ശേഷമാണ് ഞങ്ങൾ പുറത്തിറങ്ങുന്നത്. അപ്പം നമുക്ക് പോയിട്ട് വരാം. ഞങ്ങളെല്ലാവരും റെഡിയായി. ചെറുക്കന്മാരെല്ലാം താഴേക്ക് പോയി. അവർ വണ്ടിയൊക്കെ സ്റ്റാർട്ട് ചെയ്ത് AC ഒക്കെ ഇട്ടൊന്ന് തണുപ്പിക്കാൻ വേണ്ടി പോയേക്കുവാ. അപ്പം ഞാൻ വണ്ടി ചെയ്തിട്ട് കാണിക്കാം. ഓക്കെ സോ ബേബി സേ ഹായ്. ഹായ് പിന്നെ ഹലോ മോളെ. ബൈ അല്ലേ, ഹായ്. എല്ലാവരും സെറ്റ്. നമുക്ക് പോകാനുള്ള വണ്ടി ഇവിടെ റെഡി ആയി കിടപ്പുണ്ട്. ഇച്ചു ഇതെൻ്റെ ബോണത്തൊക്കെ തുറന്നതിനകത്ത് വെള്ളമൊക്കെ ഒഴിക്കുന്നു. വെള്ളം ഉണ്ടോ എന്ന് നോക്കുന്നു കേട്ടോ. വേണ്ടേ, കുട്ടിപ്പട്ടാളങ്ങളെല്ലാം വണ്ടിക്കകത്തോട്ട് പോകുന്നു. ആൺപിള്ളേരെല്ലാം ഇതെൻ്റെ പുറകിൽ സെറ്റായിട്ടുണ്ട്. ഞാൻ കൂട്ടാ ഹായ് പറഞ്ഞേ. ഹായ് മൈക്കു സേ ഹായ്. ഇതാ ഹൈഡാപ്പി ഇഹാൻകുട്ടിയുടെ ഇതേ ഇരിക്കുന്നു. ഓക്കെ ഇതാണ് കേട്ടോ ഞങ്ങൾ തന്നെ. എല്ലാവരും വണ്ടിയിൽ സെറ്റായി. പിള്ളേർ 3 പേരും പുറകിൽ. ഇതേ ഇഹാൻകുട്ടി ഇവിടെ ആയിരുന്നു. ഹെലമോളിരിക്കുന്നു. ഹേബിലൂട്ടൻ എല്ലാവരും ഓടിക്കുന്നു. അപ്പൊ ഞങ്ങൾ പോയിട്ട് വരാം.
പിള്ളേർക്കൂടെ കുറച്ച് പ്ലേ ഏരിയയും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ, അതൊക്കെ കാണിച്ചു തരാവേ. ഇവിടെ 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 നോക്കിക്കേ, ഇഹാൻ ഇഹാൻ ഇവിടെ നോക്കിയോനെ. ഹെലൻ അച്ചാച്ചൻ. ഹേബൽ 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 ഹേബൽ. അവിടെ ആടിക്കൊണ്ടിരിക്കുക നോക്ക്. വീടരുതേ. ചെയ്യണ്ടേ? അടിപൊളിയായിട്ട് ഞാൻ ഫ്ലവേഴ്സ് കാണിച്ചു തരാവേ. കണ്ടോ കടൽ കാണാൻ പറ്റുന്നത് നിങ്ങൾക്ക്? ബോട്ടുകളൊക്കെ കിടക്കുന്നുണ്ടോ? ആക്ച്വലി ഇവിടെ ഒരു മഞ്ഞ് മൂടിയൊരു അവസ്ഥയാണ് കേട്ടോ. അത് കാരണം ഒരു മൂടലാണ് അങ്ങോട്ടേക്ക്. ഇതൊക്കെ കടലാണ് കേട്ടോ, കാണുന്നൊക്കെ കടലാണ് കേട്ടോ. ഈ കാണുന്നൊക്കെ ഭയങ്കര മഞ്ഞാണ് കേട്ടോ. ഉണ്ടോ എല്ലാവരും നിന്നിട്ട് മഞ്ഞൊക്കെ പെയ്യുന്ന കാണുകയാണ് കേട്ടോ. ഇവിടെ ഒരുപാട് പേര് വന്ന് ഫോട്ടോസൊക്കെ എടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടോ മഞ്ഞിങ്ങനെ വീഴുന്നത്? നല്ല നല്ല അടിപൊളി ക്ലൈമറ്റ് ആണ് കേട്ടോ. കേട്ടോ എല്ലാവരും നിൽക്കുന്നു. അടിപൊളി ക്ലൈമറ്റ്, നല്ല കാറ്റും തണുപ്പും. നമ്മുടെ വീട്ടിൽ എ സിയിൽ നിൽക്കുന്ന അടിപൊളി ക്ലൈമറ്റ് ആണ് കേട്ടോ ഇവിടെ. അപ്പോൾ ഡിഗ്രിക്കൊക്കെ മേലെയാണ് ചൂട്, പക്ഷേ ഈ സമയത്ത് നമുക്ക് അങ്ങനെ ചൂട് ഫീൽ ചെയ്യുന്നില്ല. അതിൻ്റെ റീസൺ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞങ്ങളുടെ ടോപ്പിലാണ്. പിന്നെ ഇവിടെ ഓൾറെഡി ഈ ഒരു ഏരിയ അടിപൊളി സ്ഥലമാണ് കേട്ടോ. ഇതുണ്ട് വണ്ടികളൊക്കെ പോകാൻ വരികയൊക്കെ ചെയ്യുന്നുണ്ട്. ഞങ്ങൾ ഈ റോഡിൽ കൂടെയാണ് കേട്ടോ കയറി വന്നത്. കേവലിനാണെങ്കിൽ തണുപ്പെല്ലാം കൂടെ അടിച്ചിട്ട് ഉറക്കം വരുന്നുണ്ട്. ഉറക്കം വന്നിങ്ങനെ കിറങ്ങിയിരിക്കുന്ന കാണുന്നേ. ചിലപ്പോൾ ഈ കാറ്റത്ത് അവനങ്ങ് ഉറങ്ങാൻ ചാൻസ് ഉണ്ട്. ഇച്ചിരി മുടിയൊക്കെ പാറി പറക്കുന്നുണ്ടോ? എൻ്റെ മുടിയൊക്കെ പാറി പറക്കുന്നുണ്ടോ? ആക്ച്വലി ഇതെല്ലാം കാറ്റ് അടിപൊളി ക്ലൈമറ്റ് കേട്ടോ, സൂപ്പർ ക്ലൈമറ്റ്. നല്ല അടിപൊളി പച്ചപ്പാണ് കേട്ടോ. നല്ല രസമുള്ള പച്ച കളറിലെ കുറേ എന്താ പറയുന്നത്,
കുഞ്ഞു 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 ചെടികൾ കേട്ടോ. നല്ല രസമായിട്ട് ഇവിടെ ഇവരിത് മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട്. പൂക്കളൊക്കെ ആണെങ്കിൽ അടിപൊളിയായിട്ട് കാണാൻ വേണ്ടിയിട്ട്. ഇതുണ്ട് നമ്മുടെ നാട്ടിലൊക്കെ കാണുന്ന സൈസ് ചെടി. ഇത് മറ്റെന്തായാലും പറയാം, നമ്മുടെ ആറിൻ്റെ തീരത്തൊക്കെ നിൽക്കുന്ന സൈസ് ചെടി കേട്ടോ. രസം നോക്ക്. ഇതുണ്ടോ അടിപൊളിയാണ് കേട്ടോ പൂക്കളും കാര്യങ്ങളൊക്കെ. ഇത് പുതുതായിട്ട് നട്ടു പിടിപ്പിച്ചെന്ന് തോന്നുന്നു. ഒത്തിരി എന്നാലും പൂക്കളൊക്കെ ഉണ്ടായിട്ടുണ്ട് കേട്ടോ. നല്ല രസമുണ്ട് നിൽക്കുന്നത് കാണാൻ വേണ്ടിയിട്ട്. അന്ന് നമുക്ക് പോകാൻ തോന്നില്ല കേട്ടോ. അടിപൊളി ക്ലൈമറ്റും കാര്യങ്ങളും. ഇതാ ഇവിടെ ഒരു കുഞ്ഞ് റൗണ്ട് ബോട്ട് സെറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ. കണ്ടോ എന്ത് രസമായിട്ടാണ് നോക്കി ഈ റൗണ്ട് ബോട്ടിനകത്തൊക്കെ അവർ പൂക്കൾ പിടിപ്പിച്ചിരിക്കുന്നത്. കണ്ടോ എന്ത് രസം നോക്കി. കുഞ്ഞ് റൗണ്ട് ബോട്ടിൽ ഒരുപാട് പൂക്കളും ചെടികളും കേട്ടോ. നമുക്കിവിടെ വീക്ക് ഡേയ്സിൽ വരുവാണെന്നുണ്ടെങ്കിൽ 10 dirhams ഉള്ളൂ കേട്ടോ എൻട്രി പാസ്. പിന്നെ നമ്മളിവിടുന്ന് ഇവിടെ ഒരു റെസ്റ്റോറൻറ്റ്, ഏലിയൻ ഒരു റെസ്റ്റോറൻ്റ് ആണ്. ഇവിടുന്ന് എന്തെങ്കിലും ഫുഡ് കഴിക്കുകയാണെങ്കിൽ നമുക്ക് എത്ര dirhams ആണ്, 50 dirhamsൻ്റെ ഫുഡ് കഴിച്ചാൽ ആ 10 dirhams താഴെ ടോൾ ഗേറ്റിൽ അടയ്ക്കേണ്ട കാര്യമില്ല. ഇൻ കേസ് നമ്മൾ വീക്കെൻഡുകളിലാണ് വരുന്നത്, അതായത് ഇപ്പം വീക്കെൻഡാണ് ഇവിടെ, ഇന്ന് വ്യാഴാഴ്ചയാണ്, സോറി ഇന്ന് വെള്ളിയാഴ്ചയാണ്. അപ്പോൾ ആ ദിവസങ്ങളിലൊക്കെയാണ് വരുന്നതെന്നുണ്ടെങ്കിൽ നമുക്ക് എന്താ പറയുന്നത് 20 dirhams ആണ് കേട്ടോ പാർക്കിംഗ് നമ്മൾ താഴെ ടോൾ ഗേറ്റിൽ അടയ്ക്കേണ്ടത്. അതും നമ്മൾ സെയിം തന്നെ. ഇപ്പോൾ 50 dirhamsൻ്റെ ഫുഡ് എന്തെങ്കിലും നമ്മൾ ഇവിടുന്ന് കാണിച്ചിട്ട് ബില്ല് കാണിക്കുകയാണെങ്കിൽ അതവർ ഫ്രീ ആക്കി തരും കേട്ടോ. 50 dirhamsൻ്റെ ഫുഡ് കഴിച്ചിട്ട് ബില്ല് കാണിച്ചാൽ മതി. അപ്പോൾ ഞങ്ങൾ ലാസ്റ്റ് ടൈം വന്നപ്പോൾ ഫുഡ് കഴിച്ചിരുന്നു. ഇപ്പോൾ നമ്മൾ പുറത്ത് പോയി ചായ കുടിക്കാന്നുള്ള രീതിയിലാണ് ഇരിക്കുന്നത്. അപ്പം നമ്മൾ ഓൾറെഡി 1 hour ടൈം കഴിഞ്ഞു. സോ നമ്മൾ തിരിച്ചു പോവാണ്. ഇനി ബാക്കിയുള്ള വിശേഷങ്ങൾ പോകുന്ന വഴിക്കാണ് കേട്ടോ. ഓക്കെ. ഞങ്ങൾ അംബ്രല ബീച്ചിലെത്തി കേട്ടോ. അംബ്രല ബീച്ചിൽ കൂടെ ഉറക്കമായിരുന്നു. കേബിലോട്ട് ഇതാ വരുന്നു. ഇച്ച ബേബി ഹെലമോളും സെൻറ്റാൻറ്റിയും ഒക്കെ പോകുന്നു. ഇത് കണ്ടോ ഇച്ചുവും ഇഹാൻകുട്ടനും ഹെയ്ഡാപ്പിയും മൈക്കിളും ഒക്കെ കണ്ടോ ഇതേവഴി നടക്കുന്നേ. വെട്ടത്തിൽ കൂടെ നടക്കുന്നുണ്ട്. ഇത് കളർ ചേഞ്ച് ആകും കേട്ടോ. അത് കണ്ടോണേ. അയ്വാ ടേബിലോട്ട് നടക്കുന്നുണ്ടോ. ടേബിലോട്ട് ഇതിങ്ങനെ പരന്ന് കിടക്കുകയാണ് കേട്ടോ. ഈ ഒരു സ്ഥലം തൊട്ട് അങ്ങ് അറ്റം വരെ നമുക്ക് ഈ ലൈറ്റ്സ് വഴി പോകാം. നോക്കിക്കേ, ഹെയ്ഡാപ്പി, ഇസ് ബേബിയും ഹെലമോളും ഹേവലൂട്ടനും മൈക്കുവും ഇതേണ്ടേ എന്തിനേറെ പറയുന്നു സനിറ്റ വരെ ഇതേണ്ടേ ഈ ലൈറ്റ് വഴി നടക്കുന്നുണ്ടോ. പിന്നെ നമ്മുടെ കുഞ്ഞ് ഹേവലൂട്ടൻ ലൈറ്റ് വഴി നടന്നു വരുന്നു. പൊന്നിച്ചേച്ചി ഇതാ വരുന്നു.
ഞാൻ നടന്ന് കാണിക്കാം കേട്ടോ. സി 1 2 3 4. ഇനി നമുക്ക് വേണമെങ്കിൽ സ്ട്രെയിറ്റ് പോവാം, ലെഫ്റ്റ് പോവാം, ബട്ട് വി ടേക്ക് ദിസ് ടേൺ. കണ്ടോ, വരുന്നതനുസരിച്ച് കളർ ചേഞ്ച്. ഇതുണ്ട്, ഇത് കളർ ചേഞ്ച് ഉണ്ടോ? വേണ്ടേ ഇച്ചവും സൺഡേയും കൂടി ദേണ്ട നിൽക്കുന്നു. കണ്ടോ പിള്ളങ്ങൾ ഓടി കളിക്കുന്നുണ്ടോ? ടേബിളിട്ടാണ് സ്റ്റിൽ അവിടെ നിൽക്കുന്നേ ഉള്ളൂ. അതുകൊണ്ട് പൊന്നിച്ചേച്ചി ഇതുണ്ട്, അവനെ എടുത്തോടി ഇങ്ങോട്ട് വരുന്നുണ്ട്. ഇതുണ്ടോ അടിപൊളി ലൈറ്റിങ്സ് അല്ലേ, നോക്കിക്കേ. ഇതൊക്കെ അംബ്രല്ല ബീച്ചാണ് കേട്ടോ. ഇതുണ്ട് ഇച്ചു വരുന്നു, ഫോൺ ചെയ്യുന്നു. ആരെയോ ഇച്ചു ഫോൺ വിളിക്കുന്ന കേട്ടോ കാണുന്നേ. ഈ ലൈറ്റ്സ് എല്ലാം എണ്ണീട്ട് തിരിച്ചു വരുന്ന കേട്ടോ കാണുന്നേ. നേരെ ഓപ്പോസിറ്റ് ആഴ്ചയിലെല്ലാം കറങ്ങി ഇങ്ങനെ അംബ്രല്ല ഒരു പേടിയായിരിക്കും. ഇടവഴി നടന്നു.
പോയിട്ട് ഫുഡ് കഴിക്കാൻ വേണ്ടി പോവാണ്. ഞങ്ങൾ ഇടയ്ക്ക് ഷവർമ്മ കഴിച്ചായിരുന്നു, ഇടയ്ക്ക് ഞങ്ങൾ ചായ കുടിച്ചു, പഴംപൊരിയൊക്കെ കഴിച്ചായിരുന്നു. അതിൻ്റെ ഒന്നും വീഡിയോ എടുക്കാൻ പറ്റിയില്ല കേട്ടോ. അപ്പം ഞങ്ങൾ ഇനിയിപ്പം വീട്ടിൽ പോയി കപ്പ പുഴുങ്ങി കപ്പയും മീൻകറിയുടെ കഴിക്കും. അതിൻ്റെ വീഡിയോ ചെയ്യാനുള്ള ഒരു എനർജി ഇല്ല, കാരണം കുറേ നേരമായി ഇറങ്ങിയിട്ട്. അപ്പം ഞങ്ങളുടെ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യുക. ഇഫ് യു ലൈക്ക് ദ വീഡിയോ പ്ലീസ്